കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. നേതാവുമായ INTUC-യുടെ അമരക്കാരൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ ചന്ദ്രശേഖരൻ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് തൊഴിലാളികളുടെ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ വേദിയിൽ INTUC സംസ്ഥാന നേതാക്കളുണ്ട്, ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കളുണ്ട്, റിജണൽ കമ്മിറ്റിയുടെ നേതാക്കളുണ്ട്, മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്, തൊഴിലാളി സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും INTUC ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായിട്ടാണെങ്കിലും ശാസ്ത്രജ്ഞരോട് സൂചിപ്പിച്ചു. ദീർഘകാലത്തെ നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ളതാണ് മേഖല. ആ മേഖലത്തിലൂടെയൊക്കെ നേടിയെടുത്ത എല്ലാ നിയമനാനുകൂല്യങ്ങളും എല്ലാ അനുകൂല സാഹചര്യങ്ങളും തൊഴിൽ നിയമങ്ങൾ 29 തൊഴിൽ നിയമങ്ങൾ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. അതൊന്നൊന്നായി ഇല്ലാതാക്കുന്നത് മാത്രമല്ല, ഒരുപക്ഷെ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന് അവകാശങ്ങൾ ചോദിക്കാനുള്ളത് പോലെയുള്ള അവസരം പോലും നിഷേധിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റും അതിനനുസരിച്ചുള്ള സംസ്ഥാന സർക്കാരും ഭരിക്കുന്ന ഈ നാട്ടിൽ ശബ്ദിക്കുക, പ്രതികരിക്കുക, പ്രതിഷേധിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ടാണ് തീർച്ചയായും കേരളത്തിലെ INTUC ഏറ്റവും ശക്തമായി നിൽക്കുന്ന സന്ദർഭം. ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഓരോ ദിവസവും കഴിയുമ്പോഴും കേരളത്തിലെ INTUC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനാ സംവിധാനം INTUC-ക്കാണ്. ഞാനും നിങ്ങളുമെല്ലാം കോൺഗ്രസുകാരാണ്. പക്ഷെ കോൺഗ്രസിന് നടത്താൻ കഴിയാത്ത തരത്തിലേക്കുള്ള പ്രകടനങ്ങളും പ്രചരണങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ജില്ലയിലെയും നമ്മുടെ സംസ്ഥാനത്തെയും INTUC-യുടെ പ്രവർത്തകർ നടത്തുന്നതെന്നൊരു സംശയവും വേണ്ട. രാജ്യത്ത് സംഭാവന ചെയ്തു. ഓരോ മേഖലയിലും തൊഴിലെടുക്കുന്നവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അത് നിർമ്മാണ തൊഴിലാളിയാണെങ്കിലും, ചുവട്ട് തൊഴിലാളിയാണെങ്കിലും, മോട്ടോർ തൊഴിലാളിയാണെങ്കിലും, പ്ലാന്റേഷൻ തൊഴിലാളികളാണെങ്കിലും, കശുവണ്ടി കയർ തൊഴിലാളികളാണെങ്കിലും, മത്സ്യത്തൊഴിലാളികളാണെങ്കിലും, കച്ചവടം ചെയ്യുന്ന മേഖലകളിലെ തൊഴിലാളികളായാലും,
ചുവട്ടു തൊഴിലാളികൾ അടക്കമുള്ളവർക്കെല്ലാം അവരുടേതായ ആവശ്യങ്ങളുണ്ട്. ഓരോ തൊഴിലിനും ഓരോ പ്രത്യേകതയുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൃത്യമായി ജോലി ചെയ്യുന്നവർക്ക് അവരുടേതായ സാഹചര്യങ്ങളുണ്ട്. തൊഴിലുറപ്പ് തൊഴിലുമായി ബന്ധപ്പെട്ട ഈ കാലഘട്ടത്തിൽ ജോലിയെടുക്കുന്ന ഏറ്റവും ബഹുമാന്യരായ നമ്മുടെ അമ്മമാർ, സഹോദരിമാർ അടക്കമുള്ളവർക്ക് അവരുടേതായ തൊഴിൽ സാഹചര്യങ്ങളുണ്ട്. ഈ രാജ്യത്ത് പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും ഓരോ മേഖലയിലുമുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്തായിരിക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണകൂടം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ രാജ്യത്തുണ്ടാക്കിയ നിയമങ്ങളാണ് ഓരോ തൊഴിൽ മേഖലയ്ക്കും സംരക്ഷണം കൊടുക്കുന്ന നിയമങ്ങൾ.